ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 14 വിശുദ്ധ വലേറിയന്റെയും ടിബൂത്യൂസിന്റെയും മാക്സിമൂസിന്റെയും തിരുനാൾ. വിശുദ്ധ സെസിലിയയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യുവാവാണ് വലേറിയൻ. അവൾ വലേറിയനെ ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. ഇരുവരും കൂടി സ്വന്തം സഹോദരൻ ടിബൂർത്യൂസിനെയും മാനസാന്തരപ്പെടുത്തി. അവരെ വധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനായിരുന്നു മാക്സിമൂസ്. രക്തസാക്ഷികളുടെ വിശുദ്ധ മാതൃക കണ്ട് മാക്സിമൂസും ക്രിസ്ത്യാനിയായി. 229 തന്നെ രക്തസാക്ഷിത്വ മകുടം നേടി. ഈ 3 പേരുടെ രക്തസാക്ഷിത്വ രംഗം അരങ്ങേറിയത് സിസിലിയയിലല്ല, റോമിലാണ്. വിശുദ്ധ സെസിലിയയുടെ തീഷ്ണത കണ്ട് മാനസാന്തരപ്പെട്ട ഈ കുടുംബത്തിന്റെ നിത്യ സ്തുതിഗാനങ്ങൾ മാലാഖമാർക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. ലൗകിക ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിതമായി ഇരുന്ന ഈ ഹൃദയങ്ങൾ സ്വർഗീയ മാധുര്യം ഭൂമിയിൽ വച്ച് തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശനം നൽകുന്ന രക്തസാക്ഷിത്വ മകുടം അവർക്ക് അതിവേഗം വന്നുചേർന്നു. വിശുദ്ധ രക്തസാക്ഷികളെ, സ്വർഗീയ മാധുര്യം ഭൂമിയിൽ വച്ചു തന്നെ ഞങ്ങളും ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഇടയാക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.